ഹലോ ഗായ്സ്, വാട്ട്സ്ആപ്പ്. നമ്മൾ ഇന്നത്തെ വീട്ടിൽ സ്പെഷ്യൽ വീടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ രണ്ടര കൊടുക്കുന്ന സ്ഥലം എങ്ങനെയാണ് ഒന്നുമില്ല. കാരണം വെച്ചാൽ പുറത്ത് രണ്ട് ബിൽഡേഴ്സ് വേറെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറേ നാളെ ഇങ്ങനെ തന്നെ പോകുന്നത്. നമുക്ക് ഇതുകൂടി കുറച്ച് അപ്ഡേറ്റുകളൊക്കെ വരുത്തണം. ശേഷം നമ്മൾ ബിൽഡേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ചോദിച്ചൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ. സാറിന് ഈ വീടിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കാരണം നമുക്ക് ഈ വീടിനെ കുറിച്ച് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എടാ, എനിക്ക് വേണമെങ്കിൽ നാല് ഭാഗം ഫുള്ള് പേര് വെക്കണം. പിന്നെ ഞങ്ങളായിട്ട് ചെയ്താം. ഓക്കെ സാർ, പിന്നെ നിങ്ങളെ കൂടെ നാളെ നിങ്ങളായിട്ട് ചെയ്യാം. നിങ്ങൾ നാളെ ഒന്ന് നോക്ക്, ഇഷ്ടം. ഓക്കെ അപ്പോൾ മരാത്ത് നമ്മളിവിടെ പോവാണ്. നമുക്കേറെ പോവാം. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ കാതിൽ വൈറ്റിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവനടിക്കുക. ഞാൻ ജസ്റ്റൊക്കെ ദുബായിലേക്ക് പോയതാണ്. അതിനെ കൊണ്ട് നമുക്ക് അവിടെ പോയി കിട്ടിയ ദിവസം നിൽക്കുന്നൊക്കെ ഒറ്റയ്ക്കുന്ന അറിയത്തില്ല. നേരെ അടുത്തേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് നേരെ വീട്ടിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടത്. ഡിഫൻഡർ നമുക്ക് ഈ അടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നേരെ എന്തായാലും നമുക്ക് അവിടത്തേക്ക് പോകണം. എന്തായാലും അവൻ്റെ വീട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായാലും ഞാൻ വിചാരിക്കുന്നത്. വീട്ടിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഓടാനുണ്ട്. അതിനൊക്കെ നമുക്ക് ഇവിടെത്തിയിട്ട് കാണാം. ഗായ്സ്, അങ്ങനെ മണിക്കൂറിന് ശേഷം നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതേപോലെ വീട്ടിലേക്ക് പോകണം. എൻ്റെ വീടിന് വയ്യൊന്നും എത്തിയില്ല. ലൊക്കേഷൻ ഇട്ടില്ല. അവൻ പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് പിടിക്കാനാണ് കിളങ്ങനെതിരെ പറഞ്ഞത്. നോക്കിയപ്പോൾ വീട് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഗൈസ്, നോക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നാളെ കൂടെ ഒന്ന് പോയപ്പോഴാണ്. ചിലപ്പോൾ ഈ ഒറ്റ വീഡിയോയിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നിയില്ല. പാർട്ട് 2 വേണ്ടി വരുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പാർട്ട് 2 മിക്കവാറും വേണ്ടി വരും. നമ്മൾ ചെറിയ കാതലിൻ്റെ വീട് വെച്ച് നമ്മൾ കുത്തിരിക്കണം. കാതൽ ഇതിനുള്ളിൽ നമുക്ക് ഇതാക്കണം. അറിയാം നമ്മൾ ഇതിനാണെന്നില്ല. ചോദിച്ചുകൂടില്ല എന്തിനാണ് വീടുന്നത്. ഓക്കെ, ചോദിച്ചുകൊണ്ടില്ല. നേരെ വീട്ടിൽ എത്തണം. ചെറുതായിട്ടൊന്ന് റൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവും. തെറ്റി റൂട്ടിനടുത്ത് നേരെ ഡിഫറെൻ്റ് റെഡിയായില്ലേ. നമ്മൾ മാഫിയ സ്പെക്ട് കൊണ്ട് ഒരു കാര്യമില്ലേ ഈ റൂട്ട് കൂടി. മാഫിയ നമുക്കൊന്ന് പണിത്തരണം. നമ്മൾ M5 നമ്മുടെ ഈ വീടിന് വേണ്ടി കഴിഞ്ഞാൽ ഇടയാനത്തിന് നമ്മൾ M5 ഇറങ്ങുന്നുണ്ട്. ഷൂട്ടിങ്ങല്ല എടുക്കുന്നുണ്ട്, വണ്ടി എടുക്കുന്നുണ്ട്. എന്തായാലും കളർ സാധനമാണ്. മോഡിഫൈ പണി പറയുന്നത് എനിക്കില്ല. അടണ്ട് വണ്ടി നമ്മളെ കാണിച്ചിട്ടില്ല. സർപ്രൈസ് ആയിട്ടാണ് വിചാരിച്ചാൽ. കാര്യം നമ്മുടെ കാതൽ വൈറ്റിൻ്റെ പൊടിയൊക്കെ തെറ്റിരിക്കുന്ന നമ്മുടെ കാതൽ വൈറ്റിൻ്റെ ഇവിടെ കാതൽ ഇവിടെ അത് ഞാൻ വാങ്ങാൻ വിചാരിച്ചില്ല. എന്നെക്കൊണ്ട് അത്ര ചോദിക്കാം. കാര്യം നമ്മൾ കാതൽ വൈറ്റിൻ്റെ ഹോമിലെത്തി. എന്തോ വണ്ടികളൊക്കെ സത്യം ഇല്ലല്ലോ, വാങ്ങിക്കുന്നില്ല. സർവീസ് അപ്പുറത്തോണ്ട് എനിക്ക് ചെറിയ സഡാ മോഡലൊന്നും തെറ്റില്ലെന്ന് ഞാൻ നോക്കുന്നു. സഡാ മോഡലൊന്നും റെഡി ആവില്ലാന്ന് തോന്നുന്നു. അപ്പോൾ റെഡി സ്പോർട്സ്. അവൻ പറഞ്ഞ ഉള്ളിൽ കൂടി കയറാനാണ് ഇവിടെ തുറന്നിട്ടുണ്ട്. മറ്റേത് തുറന്നിട്ടില്ല നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഇതിൽ കൂടി വരാം. നോക്കട്ടെ, റെഡി തന്നെ. ഇപ്പം മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിരിക്കുകയാണ്. കാതിൻ്റെ വീട്ടിൻ്റെ ഇവിടെ വൃത്തി കിടന്ന് നമ്മൾ വരുന്നു അറിയായിരുന്നു. നല്ല വൃത്തിയുണ്ട് കേട്ടോ വീടൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ ശരി, നാളെ നമുക്ക് കാണാം. ചമ്മങ്ങളെ ഉറങ്ങിച്ച് രാവിലെ തന്നെ നമുക്ക് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഉദാഹരണം നാളെ നാളെ കുറച്ച് വർക്കണം ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടായിരുന്നു. നമുക്ക് നേരെ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് നോക്കി വെക്കാം. നമുക്ക് വണ്ടി നമുക്ക് എടുക്കണം. എനിക്ക് നേരെ പോകണം. എന്തെല്ലാം വർക്ക് ചെയ്യാൻ നോക്കണം. ഒക്കെ CCTV വെക്കാൻ പറയണം. ഒരുപാട് മെയിനായിട്ട് കാര്യം വെക്കണമെന്നുണ്ട്. കാശിതം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം. ഒക്കെ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഒന്നര നേരെ നമുക്ക് അവിടത്തേക്ക് പോയിട്ട് വിശേഷങ്ങളൊക്കെ എന്തൊക്കെ നോക്കാം. എന്തായാലും പിന്നെ അടച്ചിട്ട് വേണം. അങ്ങനെ മണിക്കൂറിന് ശേഷം CCTVയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെത്താനായിട്ടുണ്ട്. വീട്ടിലേക്ക് മുമ്പ് വിളിച്ചിരുന്നു. ഇവിടെ വരുന്നുണ്ടോ, നമ്മളിവിടെ കുറച്ച് പണി തീർത്തിച്ചിട്ടുണ്ട്. എന്തെല്ലാം ചെയ്യേണ്ടത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്തെങ്കിലും ചെയ്യാം. കുഴപ്പമില്ലാതെ രണ്ട് മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിൽസൊക്കെ ഇത്തിരി പുറത്തേക്ക് എന്തെല്ലാം ആക്കിയിട്ടുണ്ട്. തിരിയില്ല തിരിക്കാൻ പറ്റുന്നു. 3 മണിക്കൂറാവുന്നല്ലോ അല്ലേ? നമ്പർ കിട്ടണം. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കശവാട്ടൊക്കെ മിഷീനൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്തൊന്ന് വാങ്ങണം നമുക്ക്. ഓക്കെ,
പക്ഷേ ഈ ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നോക്ക് ഇങ്ങനെയുള്ള ഏരിയ എനിക്ക് നല്ല വായ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങോട്ട് ഈ ഒരു മരം വെച്ച് ചെയ്യണം എന്നുണ്ട് പ്ലാൻ. ഓക്കെ അത് കാര്യമില്ല. ഓ വൃത്തിയുണ്ട് കേട്ടോ, വൃത്തിയുണ്ട് പക്ഷേ ഈ അറ്റം ഈ അറ്റം വരെ ഈ ഗാർഡന് ലാസ്റ്റ് നമുക്ക് ചെയ്തുകൊണ്ടേ പോകണം, നല്ലൊരു വൃത്തിയിട്ടുള്ളൂ. നമ്മുടെ പണിക്ക് സംസാരിച്ചപ്പോൾ ചെയ്യുന്നതൊക്കെ ചോദിച്ചോട്ടെ. നിങ്ങളെ വർക്കിനെല്ലാം എടുത്ത് എത്ര വർക്കിന് വയ്യാന്ന് പറഞ്ഞിട്ടോ. ലാസ്റ്റ് ആക്കാൻ കേട്ടോ സാർ. നമ്മൾ ആക്ച്വലി ഇതാ നമ്മൾ വർക്ക് ചെയ്താലൊക്കെ തീർക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇതാ നിങ്ങൾ വേറെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഓക്കെ. ആക്ച്വലി ഞാൻ പറഞ്ഞവരൊക്കെ ചെയ്തു. നിങ്ങളെ ഐഡിയ തന്നെ ചെയ്തു. കുഴപ്പമില്ല, എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നിങ്ങളെ ഐഡിയ തന്നെ ചെയ്തു. ഓക്കെ ഞാനോട് പറഞ്ഞ നിങ്ങളെ ഐഡിയ തന്നെ ചെയ്തു. എനിക്കൊരു ഐഡിയ ഉണ്ട്. എനിക്കെൻ്റെ വീടിനെ കുറച്ച് ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. ഓ എന്നാലും എന്തെല്ലോ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർപോർട്സ് നല്ല സീറ്റാ. ഒരാളെ എയറിൽ വെക്കുന്ന ഒരാളുണ്ട്. എന്നാലും വേണ്ടില്ല എന്തായാലും നമുക്ക് സെറ്റപ്പാക്കി കിട്ടുക. എന്തായാലും ഒന്നിന് പാർട്ടിട്ട് എന്തായാലും വരുന്നു. ഓരെന്നെ അടുത്തില്ല നല്ല പണിയൊക്കെ ഉണ്ടെന്ന് ഓരെന്നെ പറഞ്ഞത് നമ്മളോട്. എന്തായാലും കുറച്ച് പണി കാണാൻ കിട്ടും. നേരെ നമുക്ക് പ്ലാൻ ചെയ്യാം. വണ്ടി കയറ്റാൻ ഞാൻ നോക്കട്ടെ പോർച്ചിലേക്ക്. ഓക്കെ പോർച്ച് കയറ്റാനെങ്കിലും സെറ്റാവുകയാണ്. നോക്കണം പണിക്ക് കൊടുത്ത വീട് ഫുള്ള് സാധനം ഇങ്ങനെ ഉണ്ടല്ലോ പണി. ഇതേ ബാക്കിൽ നേരെ കുറച്ച് അപ്ഡേറ്റ് വയ്ക്കണം. ഓക്കെ ഇവിടെ കണ്ടെയ്നർ സാധനം വരെയുണ്ട്. എന്ത് പണി ഇതുവരെ പുറ വൈബാ സ്ഥലമുണ്ടല്ലേ. ഫുള്ളൊരു ഇതാക്കിയിട്ട് കല്ലുകൂടി ശരിയില്ല പണിക്കാർ. നമ്മൾ ബാക്കിലാവുന്ന സ്ഥലമില്ല. അത് വാങ്ങണം തോന്നുന്നു. വാങ്ങുന്ന കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങുന്നുണ്ട്. ഓക്കെ അവിടെ നമുക്ക് വില എന്താ വെച്ചാൽ പണി ചെയ്യണം. പക്ഷേ പിന്നെ കാർ നമുക്ക് നേരെ ഒരു കാർ സർവീസിന് ഷോപ്പ് നമുക്ക് എന്തായാലും കൊണ്ടുവരണം. ഗ്യാരേജ് പണിതൊക്കെ ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും കാണിച്ചിട്ടുണ്ട് ഗ്യാരേജിൻ്റെ. ഞാൻ പോസ്റ്റിൽ വണ്ടി വെച്ചോട്ടെ. വണ്ടി സെറ്റപ്പ് ആണോ നോക്കട്ടെ. കറക്റ്റ് അളവ് നിൽക്കുന്നുണ്ടോ നോക്കട്ടെ. സ്പോർട്സ് പോരാ, അത്ര വലിയ പോരാ. നല്ലൊരു പോർച്ച് വെക്കാൻ പറയണം. ശരിയായ പോർച്ച്. അപ്പം അതുപോലെ തന്നെ നമ്മളൊരു കാറും ഒരു ഗ്യാങ് ഹൗസിൽ നമ്മൾ പണിയുന്നുണ്ട്. കുറച്ച് പൈസ ഒക്കെ ആയിട്ട് നമുക്കൊരു ഗ്യാങ് ഹൗസ് ഇതെല്ലാം ഒരുപാട് പണിയുണ്ട്. അതൊന്നും ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര ബിസിയാണ്. ഒന്നും അറിയില്ല. ഒരു സ്ഥലത്ത് പണിത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ സ്ഥലത്തല്ലല്ലേ. വേറെ കാതിൽ സ്കൂബി എന്ന് പറഞ്ഞ ചങ്ങയുണ്ടോ എൻ്റെ അടുത്തുള്ളത്. സ്കൂബിൻ്റെ അടുത്താണ് മറ്റെന്താ പറയുക ഗ്യാരേജ് ഉള്ളത്. അപ്പം എനിക്കൊരു ഗ്യാങ് ഹൗസ് എക്സൈസിങ് ഷോപ്പിൻ്റെ പണിയാണോ ഗൈസ്. എന്തായാലും ഈ വീടും തരം പോയി പണി കേട്ടിരിക്കണം. ഇതാണ് നമ്മൾ ഗ്യാങ് ഹൗസ് എന്ന് പറയാൻ ഇപ്പോഴത്തെ. ഞാൻ ബാക്കിൽ ഒരു പറമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഗ്യാങ് ഹൗസ് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ചേട്ടപ്പോൾ എന്താ വീടിൻ്റെ പരിപാടി നാളെ പോട്ടെ. നാളെ ബാക്കി ഫുള്ള് ഞങ്ങളതിൽ തന്നെ വീടിൻ്റെ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി തന്നെ നോക്ക്. ആ മോനെ നിങ്ങൾ ഓട്, സാറ് ഓട്. സാറ് പോയിട്ട് നാളെ മറ്റോ നമുക്കെല്ലാം റെഡിയാക്കി വെക്കാം. ഗൈസ് നമ്മളോട് നാളെ കുറച്ച് നൈറ്റ് വരെയാണ് പറഞ്ഞത്. കുറച്ച് നൈറ്റ് വന്നൊക്കെ മാക്സിമം നാളെ തന്നെ തീർക്കാൻ നമുക്ക് റെഡിയാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് മാക്സിമം നാളെ തന്നെ പണിക്ക് തീർത്ത് വെച്ചുതരാം. കുറച്ച് നമുക്ക് സെറ്റാക്കാം മൂടാക്കി തരുന്നത് ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് എന്തായാലും നമുക്ക് ടുമോറോ വരെ ഗൈസ്. അപ്പം വീട്ടിലേക്ക് പോകണം. ഓക്കെ അതേപോലെ തന്നെ വേറെ കാണിച്ചിട്ടാണ് ചേട്ടാ ഇവിടുന്ന് പണി മാക്സിമം നാളെ തന്നെ കഴിച്ചിരണം കേട്ടോ. മുപ്പത് നാളെ തന്നെ കഴിച്ചതായാലും പറഞ്ഞിട്ടുണ്ട്. മുപ്പത് കഴിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ വണ്ടി റിവ്യൂലിംഗ് ഉണ്ട്. സംഭവമാണ് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ ടൈമും ഇല്ല. ഭയങ്കര എഡിറ്റിങ് ഒരുപാട് പണികളുണ്ട്. ഇഷ്ടംപോലെ ഗിവേ എന്നുള്ളത് കൊടുക്കുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുക്കൂ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. എനിക്കാണെങ്കിൽ കൊടുക്കില്ല. സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ ഇങ്ങനെ രൂപയാണ് നമ്മൾ ഫോണും M5 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ നേരെ നമുക്ക് നേരെ നമ്മൾ കാതല വൈറ്റിൻ്റെ വീട്ടിലേക്കൊന്ന് പോവാം. സ്കൂളിൻ്റെ അടുത്ത് എനിക്ക് അടുത്തൊന്ന് പോകണമെന്നുണ്ട്. നമ്മൾ ഗ്യാരേജിലൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായി. നേരെ സ്കൂൾ എന്താ പറയുക കാതലിൻ്റെ വീട്ടിൽ പോകണം. എനിക്കാണ് നാളെ വരണം. എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോകളിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് ഉണ്ട്. എല്ലാവരും മാക്സിമം ഒന്ന് പങ്കെടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരി നമുക്ക് നാളെ കാണാം. ടാറ്റാ.